യൂട്യൂബിന് എന്തെങ്കിലും ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെ അവന്റെ യൂട്യൂബിന് 10 വ്യൂവേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൽ ആദരണീയരായി ജീവിക്കുന്ന വ്യക്തികളെ കരിവാരി തേച്ചുകൊണ്ടുള്ള സംസാരം. ഞാൻ ആ വ്യക്തിയെ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം താല്പര്യപ്പെടുകയാണ്. നിയമപരമായി മുന്നോട്ട് പോകണം താല്പര്യപ്പെടുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഇനി കേരളത്തിൽ ആരെങ്കിലും ഒരു പാവങ്ങളെ സഹായിക്കാൻ ചെറുപ്പക്കാരിങ്ങനെ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം രേണുസുതി തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ രേണുസുതിയെ പ്രതികൂലിച്ചോ അനുകൂലിച്ചോ ഒന്നും അല്ല പറയാൻ വരുന്നത്. നമ്മുടെ രേണുസുതിക്ക് വീട് വെക്കാനായിട്ട് 7 സെന്റ് വസ്തു നൽകിയൊരു ഫാദർ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പിംഗ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് രേണുസുതിക്ക്, അതായത് കൊല്ലം സുധിക്കും മക്കൾക്ക് രേണുസുതിക്കും മക്കൾക്കും വീട് വെക്കാനായി വസ്തു നൽകിയതിൽ അദ്ദേഹം ഇപ്പോൾ പുച്ഛിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓഡിയോ ക്ലിപ്പിംഗ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. അതായത് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കലയെപ്പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബുകൾ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോ എനിക്ക് കുറെ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ എനിക്ക് ധാരാളമായിട്ടുണ്ട്. അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു, എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരു വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങള് ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് 4 ലക്ഷം രൂപ വില മതിക്കുന്ന 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ എഴുതി നൽകുവാനിടയായത്. അതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അതേപോലെ തന്നെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്ത്. ആ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു കേരളം ലോകം അറിയുന്ന, മലയാളികൾ അറിയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, അങ്ങ് ഏറ്റവും നല്ല ഒരു പ്ലോട്ട് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ ആ റിക്വസ്റ്റിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഒരു 7 സെന്റ് സ്ഥലം ഈ 2 മക്കൾക്ക് നൽകിയത്. ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി ചോദ്യം ചെയ്യുകയുണ്ടായി, നിങ്ങളെ മെയിൻ ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈൻ ലൈനിൽ നിൽക്കുന്ന നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ പുരോഹിതൻ ഈ വസ്തുക്കൾ വിറ്റു, അദ്ദേഹം നിങ്ങളെ വെച്ച് കച്ചവടം നടത്തി കാശുണ്ടാക്കി എന്നൊക്കെ. എത്ര അർത്ഥശൂന്യമായ സംസാരമാണ് ആ സോഷ്യൽ മീഡിയ പ്രവർത്തകൻ ഈ സ്ത്രീയോട് ചോദ്യം ചോദിക്കുന്നു. പക്ഷെ അവരതിന് തക്കതായ ഉത്തരം കൊടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. വസ്തു വാങ്ങാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ വസ്തു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വാങ്ങുക എന്നുള്ളതല്ലാതെ ഈ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തു വാങ്ങാൻ ഇവിടെ വരാറില്ല. അപ്പൊ ഇത്യാദി പല കാര്യങ്ങള് എന്നെ മനോവേദനപ്പെടുത്തിക്കൊണ്ട് ഇത് കൊടുത്തതിന് ശേഷം എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല. എനിക്ക് ഡിസ്അഡ്വാൻറ്റേജ് അല്ലാതെ ഒരു അഡ്വാൻറ്റേജും ഇല്ല. ഈ കോള് റെക്കോർഡ് ചെയ്യണം. കാരണം ഞാൻ കൊടുത്തുവെന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ്. എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചിട്ടാകുമ്പോൾ നിങ്ങൾ കേട്ടല്ലോ. ഇത് നമ്മുടെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന അതുൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനലിനെ ഫാദർ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്യണം, നാളെ ഇതൊരു വീഡിയോ ആയി ചെയ്യണം, ഇത് പുറം ലോകം അറിയണം എന്ന് പറഞ്ഞ് കൊടുത്തൊരു ക്ലിപ്പിംഗ് ആണിത്. അപ്പം ഇതിൽ പറയുന്നത് ഇത്രയാത്രം. ഇതിലേക്ക് സാഹചര്യം ഒരുക്കിയത് മറ്റൊരു വീഡിയോ ആണ്. ആ വീഡിയോയുടെ ക്ലിപ്പിംഗ് കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം തന്നതുകൊണ്ടാണ് പുള്ളിയുടെ മറ്റു സ്ഥലങ്ങൾ വിറ്റുപോയി എന്നൊരു പ്രചാരണമുണ്ട്. അങ്ങനെയുണ്ടോ? അല്ല, അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് പുള്ളി സെയിൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പൊ സുധിച്ചേട്ടന് സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റിംഗ് ചെയ്ത് ഇഷ്ടമുള്ളവരല്ലേ സ്ഥലം മേടിക്കത്തുള്ളൂ. ഇപ്പൊ സുധിച്ചേട്ടൻ അവിടെ സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ അവരെല്ലാം വന്ന് മേടിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ വില പറഞ്ഞു സ്ഥലം വർഷം. രേണു എവിടെ പോയാലും ഓൺലൈൻ മീഡിയാസ് പുറക്കുണ്ട് കേട്ടോ. എവിടെ പോയാലും ഇന്റർവ്യൂ. കാര്യം നെഗറ്റീവ് വെച്ചിട്ട് റീച്ച് ആവുക എന്ന് പറയുന്നത് ഓൺലൈൻ മീൻസ് ഇപ്പം ഒരു നെഗറ്റീവ് ഇമേജിലാണ് രേണു. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് രേണു അഭിനയം നിർത്തുന്നു. ഇനി
യൂട്യൂബ് ചാനൽ ചെയ്യുകയാണ്. ഋതപ്പൻ്റെ പേരിലുണ്ട്, കിച്ചുവിൻ്റെ പേരിലുണ്ട്, രേണുവിൻ്റെ പേരിലുണ്ട്. അങ്ങനെ അവരുടെ പേരിലെല്ലാം അവർ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു അവരുടെ ഇതിലൂടെ അവർ പുറത്ത് ഇങ്ങനെ ഇൻ്റർവ്യൂയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അല്ല, അവരൊരു വീഡിയോ ചെയ്തിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ എടുത്ത് ഒരുപാട് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി രേണുവിനെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കുമായിരുന്നു ചെയ്തത്. പക്ഷേ ഇതിപ്പോൾ കണ്ടപ്പോൾ ചെയ്യാതിരിക്കാനും തോന്നിയില്ല. കാര്യം രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക്, അതായത് നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. അതായത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഫ്ലോറിൽ കൊണ്ടുവന്ന് നമ്മുടെ സുധിച്ചേട്ടൻ രേണുവിനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്ന ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ മനോഹരം, വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഒന്ന് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. ആ ഒരു വളരെ വാവയെന്ന് വിളിച്ച് നിഷ്കളങ്കമായ ഒരു വ്യക്തിത്വമാണ് നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത് അവിടെ. അതിൽ നിന്ന് സുധിച്ചേട്ടൻ്റെ മരണം വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് തനിക്ക് ആകെ താങ്ങും തണലുമായിട്ടുണ്ടായിരുന്ന ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ, വളരെ ദുഃഖം എന്നുവെച്ചാൽ ഓരോ മലയാളികളുടെ നെഞ്ചിൽ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു അതുല്യ കലാകാരൻ തന്നെ പറയാം. നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുത്തി എപ്പോഴും നമ്മളെ ചിരിപ്പിച്ച് നടന്നൊരു വ്യക്തി നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം ദുഃഖമായിരുന്നു. അപ്പോൾ ആ ഒരു നഷ്ടം, അതായത് ആദ്യ ഭാര്യയിലുണ്ടായൊരു മകനുണ്ട്, ഇപ്പോൾ ഒരു പൊടിക്കുഞ്ഞുണ്ട്. ഇവരെ കൊണ്ട് ഒരു സെന്റ് വസ്തു പോലും ഇല്ലാത്ത ഇവരെങ്ങനെ മുന്നോട്ട് ജീവിക്കും? ഇവർക്ക് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഇവരെങ്ങനെ മുന്നോട്ട് പോകും? വലിയ സാമ്പത്തികമായിട്ട് വലിയ ഇതുള്ള കുടുംബമൊന്നുമല്ല, എങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ എല്ലാവരും കേരളക്കാരെ ഒന്നാകെ ചിന്തിച്ച സമയത്ത് നമ്മുടെ ശ്രീകണ്ഠൻ നായർ മുന്നോട്ട് വന്ന് ഇവർക്ക് വീട് വെക്കാനായിട്ട് ഒരു സ്ഥലം, അതായത് ഈ ഫാദർ മുഖേന ഒരു 7 സെന്റ് വസ്തു വാങ്ങിക്കൊടുക്കുകയും അതിൽ വീടും എല്ലാം അവർക്കെല്ലാം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ നിന്നാണ് രേണുവിന് മാറ്റങ്ങൾ ഉണ്ടായത്. പക്ഷെ രേണു മാറിയത് മോശമാണെന്ന് ഞാൻ പറയില്ല. എന്നും ഇപ്പൊ ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ വിധവയായിട്ട് വെള്ള സാരിയൊക്കെ കൊടുത്ത് ജീവിക്കുന്ന കാലഘട്ടമൊക്കെ മാറി, അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ തെറ്റായ ധാരണയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മോഡേണായി അങ്ങ് മോഡേണായി മാറി. ഒരുപാട് നമ്മളെ രേണുവിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പിന്നെ രേണുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, രേണുവിന് സത്യം പറഞ്ഞാൽ നന്നായി സംസാരിക്കാൻ അറിയില്ല കേട്ടോ. എങ്ങനെ ഏതൊരു സാഹചര്യത്തിൽ എവിടെ സംസാരിക്കണം എന്നറിയില്ല. ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ലൈവ് ഉണ്ടായിരുന്നല്ലോ, ലൈവിൽ അദ്ദേഹത്തെ തെറി അഭിഷേകം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഒരു ലൈവ് ആണെന്നും ഇത് പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്ന് പോലും ചിന്തിക്കാതെയാണ് രേണു അവിടെ പ്രതികരിച്ചുകൊണ്ടിരുന്നത്, സ്വന്തം കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചിട്ട് പോലും. നാളെ ഈ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കാണേണ്ടതാണെന്ന് പോലും രേണു ചിന്തിച്ചില്ല. ഓക്കെ, അതും ഒരു പ്രകോപിപ്പിച്ചപ്പം സംഭവിച്ചു പോയതാണ്. ഓക്കെ, ഇപ്പം ഇവിടെ സംഭവിച്ചത് കണ്ടല്ലോ. ഈ ഒരു വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്, രേണു സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് വസ്തു കൊടുത്തത് അതിൻ്റെ പേരിൽ ബാക്കിയുള്ള വസ്തുക്കൾ വിറ്റു പോകാനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടെ പറയുന്ന മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരിക്കലും അല്ല, വസ്തുക്കൾ ഇഷ്ടപ്പെട്ട അവിടെ കറക്റ്റായിട്ടുള്ള മറുപടി. പക്ഷെ എന്നാലും കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാമായിരുന്നു. നിങ്ങൾ ഇതിൻ്റെ പേരിൽ ഇതൊരു പ്രശ്നം വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയൊരു വെച്ചാൽ അവിടെ എന്തെങ്കിലും എന്തായാലും ദാനം കിട്ടിയതാണ്. പക്ഷെ നമ്മൾ ദാനം ഒരു ഇത് വലത് കൈ ചെയ്യുന്ന ഇടത് കൈ പോലും അറിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ അതല്ല. ഇപ്പം ഈ ഫാദർ രംഗത്ത് വന്നേക്കുന്നത് ഈ ഓൺലൈൻ മീഡിയാസ് ഇദ്ദേഹത്തിനെ പുറകെ നടന്ന് അപമാനിക്കുകയാണെന്നാണ് പറയുന്നത്. കാര്യം ഇദ്ദേഹത്തിന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഒരു ലാഭ ഇച്ഛയും ഇല്ലാതെ ഒരാൾ ചെയ്യുന്ന കാര്യത്തിന് ഇങ്ങനെ പുറകെ നടന്ന് ഉപദ്രവിക്കുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകും. പക്ഷെ ഈ ഓൺലൈൻ മീഡിയയുടെ പേരിൽ കേസ് കൊടുക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്ക് കേട്ടിട്ട് വരാം. എന്തോ വലിയ നേട്ടം എന്ത് നേട്ടം എനിക്കുണ്ടാകേണ്ടി? എന്ത് നേട്ടം? എനിക്ക് വയസ്സ് 47 പ്രായം. എന്തോ ഇനി ഒരു കല്യാണം കഴിക്കണോ എനിക്ക്? അതോ എന്റെ 2 ഒരു സുഖമില്ലാത്ത ഒരു സിസ്റ്ററുണ്ട്, എനിക്ക് ഓർമ്മയില്ലാത്തൊരു പെങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 46 വയസ്സുള്ള ഒരു സഹോദരിയുണ്ട്. ഞങ്ങൾക്ക് എന്താ ആവശ്യം ഇതിനുള്ളത്? എന്റെ അമ്മ ഒരു പ്രായം 73 വയസ്സുള്ള ഒരു മദറുണ്ട്. ഞങ്ങൾക്ക് എന്താ ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇത് കൊടുക്കാൻ പോയത്? ഞങ്ങൾ ഇത്രമേ ചിന്തിച്ചു. ഞാനിവിടെ 1 ഏക്കർ ഭൂമി അല്ലാതെ 7-10 കുടുംബങ്ങൾക്ക് അനാഥമായിട്ട് കിടക്കുന്ന നിർജ്ജന കുടുംബങ്ങൾക്ക് ഞാനിവിടെ 1 ഏക്കർ ഭൂമി നൽകി. അത് 3 സെന്റ് വെച്ച് ഞാൻ ഓരോ കുടുംബങ്ങൾക്ക് ഒരു 10ഓളം കുടുംബങ്ങൾക്ക് അതെഴുതി നൽകിയിട്ടുണ്ട്. ഇവിടെ അയ്യപ്പ സേവാ സമിതിക്ക് ഒരു ക്ഷേത്രമില്ലായിരുന്നു, അതിന് 5 സെന്റ് സ്ഥലം ഞാൻ വില കൊടുത്ത് വാങ്ങി അമ്പലം പണിതു കൊടുത്തൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇവിടെ SNDP ക്ഷേത്രത്തിലേക്ക് പോകാൻ അവർക്ക് വഴിയില്ലായിരുന്നു. 27 സെന്റ് സ്ഥലം ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴി കൊടുത്തൊരു വ്യക്തിയാണ്. അതൊക്കെ ഞാൻ കൊടുത്തത് എനിക്ക് പേരുണ്ടാകുക എന്നുള്ളതിൽ, മറിച്ച് ഞാൻ US നിന്നും വിദേശത്തു നിന്നും ഇവിടെ മടങ്ങി വന്നപ്പോൾ ഇവിടെയുള്ള പൊതുസമൂഹത്തിൽ പല ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ പല പ്രയാസങ്ങളിൽ കഴിയുന്ന ആൾക്കാരുണ്ട്, അല്ലെ അങ്ങനെ ആവശ്യങ്ങളിൽ കഴിയുന്നവരുണ്ട്, പല വേദനകളിൽ ഇരിക്കുന്നുണ്ട്. അവരെ ഇവിടുത്തെ തൃക്കൊടിത്താനം പഞ്ചായത്തിൽ 9-ാം വാർഡിൽ 3 സെന്റ് സ്ഥലം ഒരു അംഗൻവാടി പണിയാൻ ഏറ്റവും കണ്ടായ സ്ഥലം ഞാൻ നൽകി.
അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. അല്ലാതെ കൊല്ലം സുധിര 2 മക്കൾക്ക് എന്തോ കൊടുത്തിട്ട് എനിക്ക് എന്തോ കിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഉണ്ടല്ലോ, പുച്ഛമെന്നല്ലാതെ വെറും പുച്ഛമാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കൊടുത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നു, അങ്ങേയറ്റം ദുഃഖിക്കുന്നതിന് കാരണം സോഷ്യൽ മീഡിയയിൽ എന്നെ അങ്ങ് അവഹേളിക്കാണ് ഒരു വിഭാഗം. അദ്ദേഹം ആദ്യമായി ചെയ്യുന്നതല്ല ഈ ഒരു ദാനധർമ്മം എന്ന് പറയുന്നത്. ഈ ഒരു 7 സെന്റ് വസ്തു അല്ല അദ്ദേഹം ആദ്യമായിട്ട് കൊടുക്കുന്നതല്ല. അദ്ദേഹം ഒരുപാട് പേർക്ക് കൊടുത്തതിന്റെ കൂട്ടത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പറയുന്നുണ്ട്, ശ്രീകണ്ഠൻ നായർ സമീപിച്ചു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്യുന്നതാണിത്. അദ്ദേഹം അതിന് മുമ്പായിട്ട് തന്നെ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഈ ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയുക എന്ന് പറയുന്നത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായാലും ഇത് പറയിപ്പിച്ചതാണ്. അതായത് ഇദ്ദേഹം ഇങ്ങനൊരു സംഭവം ചെയ്തതിലൂടെ ഇദ്ദേഹത്തിന് എന്തൊക്കെയോ നേടാനുണ്ട് എന്നാണ് ഈ ഓൺലൈൻ മീഡിയക്കാർ പറഞ്ഞു വരുത്തുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് 47 വയസ്സുണ്ട്, എനിക്ക് 2 സിസ്റ്റർമാരുണ്ട്, ഒരാൾക്ക് സുഖമില്ലാത്തതാണ്, അതുപോലെ തന്നെ അവർക്കും അത്രയും വയസ്സുണ്ട്, പിന്നെ 73 വയസ്സുള്ള ഒരു അമ്മയുണ്ട്, എനിക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് നേട്ടമുണ്ടാകുന്നത്, എനിക്ക് ഇനി വിവാഹം കഴിക്കണം, എനിക്ക് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം ചെയ്ത നല്ലൊരു കാര്യമാണ്, മഹത്തായ ഒരു കാര്യമാണ്. ഒരുപാട് സാധാരണക്കാർക്ക്, വസ്തുക്കളില്ലാത്തവർക്ക് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സഹായം ചെയ്യുന്നുണ്ട്. അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ചെറുപ്പക്കാർ ഇനി നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരും. സത്യമാണ്, ഈ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുന്നവരെ ഇങ്ങനെ പുറകെ നടന്ന് അപമാനിക്കുക എന്ന് പറയുന്നത് വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ്. എന്തിന്റെ പേരിലാണ് രേണുസുധിയോട് ഇപ്പൊ അങ്ങനൊരു വർത്തമാനം ചോദിക്കേണ്ട കാര്യം എന്തായിരുന്നു? അവിടെ അവർ ഉദ്ദേശിച്ചത് രേണുസുധിയുടെ വായിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു ചെറിയ സംഭവമാണ്, അതിനെ വെച്ച് വിവാദമാക്കി കുറച്ച് നാൾ റീച്ച് ഉണ്ടാക്കും, അതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ അവരവിടെ പരാജയപ്പെട്ടു. കാര്യം രേണു അവിടെ വേറൊരു രീതിയിലാണ് മറുപടി കൊടുത്തത്. ഫാദറിനെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ രേണുസുധിക്കും മക്കൾക്കും വീട് വെക്കാൻ വസ്തു കൊടുത്തതിൽ പുച്ഛം തോന്നുന്നു എന്ന് ഫാദർ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ രേണുവിന്റെ ഈ രീതികളൊക്കെ കണ്ടതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം പോലും അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, എന്തിനിത് ചെയ്തു എന്ന് ചോദിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇതായിരിക്കണം കാരണം. അതോ ഇനി വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അതോ അവിടെ എന്തുകൊണ്ട് രേണു ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല എന്നൊരു സംഭവം കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഫാദർ വളരെയധികം വേദനയോടുകൂടിയാണ് ഇത് പറയുന്നത്. കാര്യം ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തികളുടെ ലക്ഷ്യം രേണുവിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും തെറ്റായി വീഴും, മീൻസ് ഒന്നും ചിന്തിക്കാതെയാണ് കേട്ടോ. രേണു ചിലപ്പം സത്യസന്ധ ആയതുകൊണ്ടായിരിക്കണം, വളരെ എന്താ പറയുന്നത്, മനസ്സിലൊന്നും ഇല്ല, കളങ്കമൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വായിന്ന് വരുന്നത് പറയുന്നത്. അതാണല്ലോ അന്ന് അതിന് മുമ്പ് വരെ നമ്മുടെ സുധിച്ചേട്ടന്റെ പെർഫ്യൂമിന്റെ പേര് പറഞ്ഞ് വളരെയധികം കരഞ്ഞ് നിലവിളിച്ച വ്യക്തി പെട്ടെന്ന് അതൊരു നാറ്റമാണ്, അതടിച്ചിട്ട് ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റില്ല എന്ന് പെട്ടെന്ന് പറഞ്ഞത്. അതായത് ഇങ്ങനെ മുൻകൂട്ടി ചിന്തിച്ച് മനസ്സിലാക്കിയൊന്നും അല്ല പറയുന്നത്, പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്ന്, ഇത് പുറത്ത് വരും എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അതാണ് സത്യം. ഫാദർ പറയുന്നുണ്ടല്ലോ, ഈ കൊല്ലം സുധിയെ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ല, ഈ കലാകാരൻ്റെ ഒരു പ്രോഗ്രാം പോലും അദ്ദേഹം കണ്ടിട്ടില്ല. ഈ മരണത്തിന് ശേഷം ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ വന്ന് ഇങ്ങനെ പറഞ്ഞറിഞ്ഞ് അദ്ദേഹം സെർച്ച് ചെയ്താണ് ഈ കൊല്ലം സുധിയെക്കുറിച്ച് കണ്ടതും ഇവരുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തതും എന്നൊക്കെ. അപ്പോൾ ഇതിലിപ്പോൾ അദ്ദേഹം വളരെയധികം ഖേദിക്കുന്നു, ദുഃഖിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം എന്തായാലും ചെയ്ത കാര്യമാണ്. അപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, നാളെ ഒരാളെ സഹായിക്കാനായിട്ട് ഈ ഫാദറിന്റെ മനസ്സ് മുന്നോട്ട് വരില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ആരെ സഹായിച്ചാലും ഇങ്ങനെ തെറ്റായ രീതിയിലുള്ളൊരു ഇതാണ് കിട്ടുന്നതെങ്കിൽ ഫാദർ എന്നല്ല ആരും പിന്നെ മുന്നോട്ട് വരില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് അങ്ങോട്ട് കൊടുത്തിട്ട് ഈ ചീത്തപ്പേര് ഇങ്ങോട്ട് വാങ്ങിക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പം എന്തിനാണ് ഈ ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. അവരുദ്ദേശിക്കുന്ന മറുപടി കിട്ടുന്നത് വരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ കിച്ചുവിന്റെ ഇന്റർവ്യൂ ഒക്കെ ഓർമ്മയുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. ഇവിടെ ഇത് ആരുടെ തെറ്റുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ഇങ്ങനൊരു മറുപടി ഫാദർ പറയാൻ കാരണമെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. രേണുവിന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റായ രീതികളാണോ, അതോ ഈ ഓൺലൈൻ മീഡിയയുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് ആണോ, എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. മറക്കാതെ നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളുടെ രൂപത്തിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി കാണുന്നത് എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.